ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കമ്പോണൻസ് ഓഫ് എ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം എന്നതാണ്. ഇത് സാധാരണ 5 മാർക്സിനോ അല്ലെങ്കിൽ ഈവൻ 10 മാർക്സിനോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്, ഈ ഒരു ലേ ഔട്ടാണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് എഴുതാനൊക്കും. ഈ ലേ ഔട്ട് പഠിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം, ഈ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ലേ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ, ആ ആക്ച്വേറ്റർ വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെയുള്ള അക്സസറീസ് എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഡിവൈസസ് എന്തൊക്കെയാണ്, അതിൻ്റെ മൊത്തം സിസ്റ്റത്തിൻ്റെ ലേ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഈ കാണുന്ന ഈ ഒരു ഡിവൈസാണ്, സിലിണ്ടർ എന്നുള്ളത്. ഇത് 2 സ്റ്റേജ് ഡബിൾ ആക്ടിങ് ഇതെന്ന് പറയാം. ഡബിൾ ആക്ടിങ്ങിൻ്റെ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് പഠിച്ചല്ലോ, റോട്ടറി ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന, അതായത് ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ 5 പഠിച്ചു. അതിൽ ഡബിൾ ആക്ടിങ് ടൈപ്പ് സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ആക്ച്വേറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ സിംഗിൾ ആക്ടിങ്ങോ അല്ലെങ്കിൽ ടെലിസ്കോപ്പിക്കോ ആയിട്ടുള്ള രീതിയിലുള്ള ആക്ച്വേറ്റേഴ്സ് എല്ലാം ഇവിടെ യൂസ് ചെയ്യാം. ഈ ഫിഗറിൽ ഇവിടെ ഡബിൾ ആക്ടിങ്ങിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ ആക്ച്വേറ്റർ എന്ന് പറയുന്ന സംഭവം. ഈ ആക്ച്വേറ്റർ പ്രവർത്തിക്കാനായിട്ട് ബാക്കി എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഡിവൈസസ് വേണം, അക്സസറീസ് വേണം, അതിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ലേ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം എന്ന് മൊത്തത്തിൽ പറയുന്നത്. ഈ സംഭവം 5 മാർക്കിനോ 10 മാർക്കിനോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഫിഗർ വരച്ച് ഇതിലുള്ള ഓരോ കമ്പോണൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ഈ കൺട്രോൾ വാൾവ്, എന്തിനാണ് ഈ പ്രഷർ റെഗുലേറ്റർ, ഈ പമ്പ് എന്തിനാണ്, ഫിൽറ്റർ എന്തിനാണ് എന്നൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വലുതായിട്ടൊന്നുമില്ല. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മാർക്കായി കഴിഞ്ഞു. കാരണം ഇതിൻ്റെ കമ്പോണൻസിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം പറയാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ഓയിൽ ടാങ്കാണ്. ഓയിൽ ടാങ്ക് എന്താണെന്ന് അറിയാമല്ലോ, ഓയിലിനെ തുഴിച്ച് വയ്ക്കാൻ. അപ്പോൾ ഈ ഓയിൽ ടാങ്കിൽ നിന്നുള്ള ഓയിലിനെ ഫിൽറ്റർ വഴിയാണ് പമ്പിലോട്ട് എത്തുന്നത്. അപ്പം ഫിൽറ്റർ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, പമ്പ് എന്തിനാണെന്ന് അറിയാം. പമ്പ് എന്തിനാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ, ഈ ഓയിലിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പമ്പുള്ളത്. ആ പമ്പ് പ്രവർത്തിക്കുന്നത് ഈ ഒരു മോട്ടർ ഉപയോഗിച്ചാണ്. ഈ മോട്ടറാണ് ഡ്രൈവ് കൊടുക്കുന്ന പമ്പിന്. ഈ പമ്പിൽ നിന്ന് വളരെ ഹൈ പ്രഷറിലുള്ള ഫ്ലൂയിഡ് നേരെ കൺട്രോൾ വാൾവിലോട്ട് വരും. ഈ കൺട്രോൾ വാൾവിൽ വരുന്നതിന് മുന്നേ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസും കൂടെയുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സേഫ് പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ പമ്പിൽ നിന്ന് വളരെ ഹൈ പ്രഷറാണ് ഇങ്ങോട്ട് എത്തുന്നതെങ്കിൽ, അതായത് കൺട്രോൾ വാൾവിൽ താങ്ങാൻ പറ്റുന്നതിൽ അധികം പ്രഷറാണ് വരുന്നതെങ്കിൽ ആ പ്രഷർ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം, അതായത് ഒന്ന് ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഡിവൈസാണ് ഈ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റിനേക്കാളും കൂടിയ പ്രഷറാണ് ഇതിൽ എത്തുന്നത് എങ്കിൽ അധികമുള്ള ഫ്ലൂയിഡ് നേരെ തിരിച്ച് ടാങ്കിലോട്ട് തന്നെ ബൈപ്പാസ് ചെയ്യും. അപ്പോൾ അതിനുള്ള പൈപ്പാണ് ഈ കൊടുത്തിരുന്നത്. അതിൽ കറക്റ്റ് പ്രഷറിലുള്ളതാണെങ്കിൽ അത് നേരെ ഈ കൺട്രോൾ വാൾവിലോട്ട് വിടും. ഈ കൺട്രോൾ വാൾവ് ഈ കാണിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഓയിലിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസാണ് ഈ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ വാൾവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കൺട്രോൾ വാൾവ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും. ഈ കാണിച്ചിരിക്കുന്ന കൺട്രോൾ വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡയറക്ഷൻ കൺട്രോൾ വാൾവാണ്. അതിൻ്റെ വർക്കിങ്ങും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ സമയത്ത് പി എന്താണ്, ടി എന്താണ്, എ എന്താണ്, ബി എന്താണ് എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ പ്രഷർ റെഗുലേറ്റർ വഴി ഹൈ പ്രഷർ ഓയിൽ നേരെ കൺട്രോൾ വാൾവിലോട്ടാണ് വരുന്നത്. ഈ കൺട്രോൾ വാൾവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നതാണ്. ഈ കൺട്രോൾ വാൾവിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന പൈപ്പാണ് ഇൻപുട്ട് എന്നുള്ളത്. ഇതിൻ്റെ എക്സിറ്റ് എന്നുള്ളത് ഈ പൈപ്പാണ് എക്സിറ്റ് എന്നുള്ളത്. ഇത് നേരെ തിരിച്ച് ഈ ടാങ്കിലോട്ട് പോകുന്ന പൈപ്പാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ച്വേറ്റർ എന്നുള്ളത്. ഡബിൾ ആക്ടിങ് ആക്ച്വേറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് പിസ്റ്റൻ്റെ 2 സൈഡിലോട്ടും ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിലും എൻ്റർ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ടും ഹൈ പ്രഷർ ഓയിൽ എത്തുന്നുണ്ട്. ഇവിടെ അറ്റ് എ ടൈം ഇവിടെ നിന്ന് വരുന്ന ഓയിലിനെ നേരെ എയിലോട്ടായിരിക്കും കയറ്റുന്നത്. സപ്പോസ് ഇവിടെ നിന്ന് വരുന്ന ഓയിലിനെ നേരെ എ എന്ന് പറയുന്ന എൻട്രി വഴി ഈ ഏരിയയിലോട്ട് എത്തുമ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അകത്ത് നേരത്തെ സ്ട്രോക്കിലുള്ള ഓയിൽ ഇവിടെ കാണും. ആ ഓയിൽ നേരെ ഈ ട്യൂബ് വഴി നേരെ ഇങ്ങോട്ടുള്ള കണക്ഷൻ ആയിരിക്കും ആ സമയത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് കണക്ഷൻ കൊടുക്കേണ്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ വാൾവിൻ്റെ ഫംഗ്ഷനാണ്. അതായത് ഈ എ എന്ന് പറയുന്ന പോർട്ട് വഴി ഇതിൻ്റെ അകത്തോട്ട് ഓയിൽ എത്തുമ്പോൾ ഈ ഭാഗത്തുള്ള ഓയിൽ നേരെ ഈ ബി എന്ന് പറയുന്ന പോർട്ട് വഴി ടി എന്ന പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് ഈ വഴി ഓയിൽ അങ്ങ് നേരെ പുറത്തോട്ട് പോകും. അതിനുശേഷം അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ
ഈ ഇവിടെ വേണം ഹൈ പ്രഷർ ഓയിൽ എത്തേണ്ടത്. അപ്പോൾ ആ സമയത്ത് പി എന്ന് പറയുന്ന പോർട്ട് വഴി നേരെ ബി എന്ന പോർട്ട് വഴി ഓയിൽ ഇങ്ങോട്ട് എത്തും, ഹൈ പ്രഷർ ഓയിൽ ഇങ്ങോട്ട് എത്തും. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് വിടുന്നതും ഈ കൺട്രോൾ വാൾവാണ്. അപ്പോൾ പി എന്ന് പറയുന്ന പോർട്ട് വഴി ബി എന്ന് പറയുന്ന പോർട്ട് വഴി ഹൈ പ്രഷർ ഓയിൽ ഇവിടെ എത്തുന്ന സമയത്ത് ഈ പിസ്റ്റൺ മുകളിലോട്ട് പുഷ് ചെയ്യുകയും അത് മുകളിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് നേരത്തെ സ്ട്രോക്കിലുണ്ടായിരുന്ന ഫ്ലൂയിഡ് അപ്പോൾ ലോ പ്രഷർ ഫ്ലൂയിഡാണ്. അപ്പോൾ അതിനെ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് വഴി ടി എന്ന പോർട്ട് വഴി തിരിച്ച് ഓയിൽ ടാങ്കിലേക്ക് വിടും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അതിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമെല്ലാം ഈ കൺട്രോൾ വാൾവ് എന്ന ഡിവൈസാണ്. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതിനാണ് കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന ഡിവൈസ് അവിടെ ഉള്ളത്. അപ്പം ഈ ഡിവൈസിലൂടെയാണ് ഈ ഹൈ പ്രഷർ ഓയിൽ ഈ ആക്ച്വേറ്ററിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഓരോ കമ്പോണൻറ്റിൻ്റെയും വർക്കിംഗ് എന്താണെന്ന് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എഴുതാനേ ഉള്ളൂ. ഈ കൺട്രോൾ വാൾവിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ഒരു എസ്സേ പോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് കാണും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം അങ്ങനെ എസ്സേ ഒന്നും എഴുതി വയ്ക്കേണ്ട. ഈ കൺട്രോൾ വാൾവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും ഈ ഫിഗർ വരയ്ക്കുക, ഈ കമ്പോണൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് എ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം എന്ന സംഭവം. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.